ഡോക്ടറെ ഇപ്പോൾ ജനങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്ന കാര്യമാണ് രാവിലെ എണീറ്റാനുള്ള പ്രശ്നം. ഒന്നല്ല, മലബന്ധം തന്നെ പല സോഴ്സും തേടുന്നുണ്ട്. ചിലർ രാത്രി കുറേ പച്ചക്കറി കഴിക്കുന്നു, ചിലർ ചുടുവെള്ളം കുടിക്കുന്നു, പലതും ചെയ്തു നോക്കുന്നു, ഫ്രൂട്ട്സ് കഴിക്കുന്നു, രാത്രി ഭക്ഷണം ഉപേക്ഷിക്കുന്നു. എല്ലാവരുടെയും മുഖ്യ പ്രശ്നം ഇതാണ്, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. അതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കുക. മലബന്ധം സത്യത്തിൽ വലിയ ടെൻഷൻ തന്നെയാണ്. സത്യത്തിൽ ഈ ശോധന പോയി കഴിഞ്ഞാൽ കിട്ടുന്ന വലിയ ആശ്വാസവും സമാധാനവും സത്യത്തിൽ ശരീരത്തിൽ മനസ്സിനൊക്കെ ശരിക്കത് ഫീൽ ചെയ്യും അല്ലേ? സത്യം തന്നെയാണുള്ളത്. അപ്പോൾ അതിൽ ഈ മലബന്ധം ഇങ്ങനെ 50+ ആളുകൾക്ക് വരാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ ദഹന പ്രക്രിയയൊക്കെ നന്നായിട്ട് കുറവ് വരും. അതാണ് ഒന്നാമത്തെ കാരണം. അതായത് അതിൽ എൻസൈമാറ്റിക് ആക്ഷൻ, എൻസൈംസ് നന്നായി കുറവ് വരും. ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീഷനിൽ കുറവ് വരുന്നു. അതേപോലെ അവിടെയുള്ള ബാക്ടീരിയ, നല്ല ബാക്ടീരിയ, അത് ദഹിപ്പിച്ചെടുക്കാൻ നല്ല ബാക്ടീരിയ അളവ് കുറവ് വരുന്നു. ആയുർവേദത്തിൽ പറഞ്ഞാൽ അതിന് അഗ്നിയിൽ നന്നായിട്ട് മാന്ദ്യം സംഭവിക്കുന്നു. അപ്പോൾ അതിൽ ദഹനത്തിൻ്റെ ഒരു ഡൈജസ്റ്റീവ് ഫയർ നന്നായിട്ട് കുറയുമ്പോൾ ആ ഒരു മെറ്റബോളിസം കൃത്യമായിട്ട് ശരിയായ ദഹനം നടക്കാത്ത അവസ്ഥ വരും. നമ്മൾ ഭക്ഷണം കഴിച്ച് സാധാരണ ദഹിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പോഷകാംശം മലാംശമായി തിരിയണം. ശരിയായ രൂപത്തിൽ മലാംശം പോഷകാംശം വേർതിരിഞ്ഞല്ലെങ്കിൽ ആ മലാംശം കൃത്യമായിട്ട് മോഷൻ, അതായത് വയറ്റിൽ നിന്ന് പോകണം. മലാംശം കൃത്യമായി രൂപപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? ദഹിച്ച് ഈ പറഞ്ഞ പോലെ ശോധന കിട്ടില്ല. ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഒരു അതൊരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ഉണ്ടല്ലോ, കുടലിലെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതിങ്ങനെ വേവ് പാറ്റേൺ ഇങ്ങനെ പിടിച്ച് മെല്ലെയാണ് എന്ത് ചെയ്യുക? ഈ ഭക്ഷണത്തിൻ്റെ അംശം ഇങ്ങനെ നീങ്ങി പോവുക. ഈ സ്മൂത്ത് മസിൽ ആയിട്ടുള്ള ഈ കുടലിലെ സ്മൂത്ത് മസിൽസിൻ്റെ ആക്ടിവിറ്റി കുറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യില്ല? വേഗത്തിൽ എന്ത് ചെയ്യില്ല? അത് മൂവ്മെൻറ്റ് നടക്കില്ല. സ്വാഭാവികമായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരുമ്പോൾ ഈ അവിടെ ജലാംശം പെട്ടെന്ന് വൻകുടലിൽ വേഗം ജലാംശം വലിച്ചെടുക്കും കുറച്ച് സമയം കിട്ടി നിന്നാൽ. അപ്പോൾ സംഭവിക്കുക അത് ഡ്രൈ ആയി പോവുകയും അതുകൊണ്ട് തന്നെ ഈ മലബന്ധം രൂപപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ തേഴ്സ്റ്റിൻ്റെ, ഈ ദാഹത്തിൻ്റെ ഒരു ഉണർവ് അത്ര സെൻസിറ്റീവ് അല്ല. പലപ്പോഴും അവരെന്ത് ചെയ്യില്ല? വെള്ളം കൃത്യമായി കുടിക്കില്ല. സ്വാഭാവികമായിട്ടും ആ ലോ ലെവൽ ഓഫ് ഡീഹൈഡ്രേഷൻ എപ്പോഴും ഇങ്ങനെ കിടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന മലബന്ധത്തിലേക്ക് പോവുകയും ചെയ്യും. ഇത്രയൊക്കെ തന്നെയാണ് 50 വയസ്സ് കഴിഞ്ഞാലുള്ള മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉണ്ടായ കാരണം.